ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. ബ്രിട്ടീഷ് പൗരന്മാരെ ഉപദ്രവിക്കാനോ ഭീഷണിപ്പെടുത്താനോ ഉള്ള വിദേശ രാജ്യങ്ങളുടെ ശ്രമങ്ങൾ വച്ചുപൊറുപ്പിക്കില്ലെന്ന് സുരക്ഷാ മന്ത്രി ഡാൻ ജാർവിസ്. UK വിമാനത്താവളങ്ങളിൽ ബ്രിട്ടീഷ് പൗരന്മാരെ തടഞ്ഞു നിർത്തി ഇന്ത്യൻ ഭരണകൂടത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ചോദിച്ചറിയുന്നതുൾപ്പെടെ ബ്രിട്ടീഷ് സർക്കാർ നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് ഡാൻ ജാർവിസിന്റെ പ്രതികരണം. ഇന്ത്യയിൽ നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് ബ്രിട്ടീഷ് സർക്കാർ നടത്തിയ വെളിപ്പെടുത്തലുകളാണ് ഈ മുന്നറിയിപ്പ്. മുൻ തൊഴിൽ മന്ത്രിയും യൂറോപ്യൻ വ്യാപാര കമ്മീഷണറുമായ ലോർഡ് മണ്ടൽസനെ യുഎസിലെ ബ്രിട്ടന്റെ അടുത്ത അംബാസഡറായി പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നു. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി രണ്ടാം ടൈം ആരംഭിക്കുമ്പോൾ പീറ്റർ മണ്ടൽസൺ ചുമതലയേൽക്കും. UKയിൽ നീതിന്യായ നടപടികൾ സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായി അടുത്ത വർഷം ആദ്യം മുതൽ ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും കുടുംബ കോടതി കേസുകൾ റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമപ്രവർത്തകർക്കും നിയമ ബ്ലോഗർമാർക്കും അനുമതി. ഈ മാറ്റത്തിന് നീതിന്യായ മന്ത്രാലയം അംഗീകാരം നൽകി. ഇത് 2025 ജനുവരി 27 മുതൽ പ്രാബല്യത്തിൽ വരും. ബ്രിട്ടീഷ് രാജകുടുംബത്തെ പോലും സമ്പത്തിൽ കടത്തിവെട്ടി 2024 ബ്രിട്ടനിലെ ഏറ്റവും സമ്പന്ന കുടുംബമായി ഇന്ത്യൻ വംശജരായ ഹിന്ദുജ കുടുംബം. 2024 കണക്കുകൾ പ്രകാരം ഹിന്ദുജ കുടുംബത്തിനുള്ളത് 37 ബില്യൺ പൗണ്ടിന്റെ ആസ്തിയാണ്. ബ്രിട്ടീഷ് രാജാവിനുള്ളതിനേക്കാൾ 40 ഇരട്ടി സ്വത്താണ് ഹിന്ദുജ കുടുംബത്തിനുള്ളത്. ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ മൊത്തം ആസ്തി ഏകദേശം 28 ബില്യൺ പൗണ്ടാണ്. ചാൾസ് രാജാവിന്റെ കണക്കാക്കപ്പെട്ട സ്വത്തും 611 മില്യൺ പൗണ്ടാണ്. US പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പടിയിറങ്ങുന്നതിന് മുമ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ജോ ബൈഡൻ കൂടിക്കാഴ്ച നടത്തുമെന്ന് വൈറ്റ് ഹൗസ്. ജനുവരി 9 മുതൽ 12 വരെ നടക്കുന്ന ഇറ്റലി വത്തിക്കാൻ സന്ദർശനത്തിനിടെയാകും ബൈഡനും പാപ്പയുമുള്ള കൂടിക്കാഴ്ച. ജനുവരി 10 ഫ്രാൻസിസ് മാർപ്പാപ്പയെ ബൈഡൻ കാണുക. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും കൂടിക്കാഴ്ച നടത്തും. പ്രസിഡന്റ് എന്ന നിലയിൽ ബൈഡന്റെ അവസാനത്തെ വിദേശ സന്ദർശനമായിരിക്കും ഇത്. അന്തരിച്ച വിഖ്യാത തബല മാന്ത്രികൻ ഉസ്താദ് സാക്കിർ അലി ഹുസൈന്റെ ഭൗതികദേഹം ജന്മനാടായി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നില്ല. പകരം സാൻ ഫ്രാൻസിസ്കോയിൽ സംസ്കാര ചടങ്ങുകൾ നടന്നതായി സാക്കിർ ഹുസൈന്റെ കുടുംബം വ്യക്തമാക്കി. ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം ഏറെ നാളായി US അദ്ദേഹം താമസിച്ചിരുന്നത്. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് US സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ചയാണ് സക്കീർ ഹുസൈൻ അന്തരിച്ചത്. കോൺഗ്രസ് MP രാഹുൽ ഗാന്ധിക്കെതിരായ കേസ്, അംബേദ്കർ പരാമർശം നടത്തിയ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരായ പ്രതിഷേധത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. രാഹുലിനെതിരെ എടുത്ത കേസിനെ ബഹുമതിയായാണ് കാണുന്നതെന്ന് വേണുഗോപാൽ കുറിച്ചു. ആഭ്യന്തരമന്ത്രിയുടെ അംബേദ്കർ പരാമർശത്തിനെതിരെ പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് വളപ്പിലുണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തത്. നിയമോപദേശം ലഭിച്ച ശേഷമാണ് നടപടിയെന്നാണ് പോലീസിന്റെ വിശദീകരണം. MP-മാരെ കയ്യേറ്റം ചെയ്തുവെന്നും വനിതാ MP-യെ അപമാനിച്ചെന്നും ചൂണ്ടിക്കാട്ടിയാണ് BJP MP-മാർ രാഹുലിനെതിരെ പരാതി നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 21, 22 തീയതിയിൽ കുവൈറ്റ് സന്ദർശിക്കും. കഴിഞ്ഞ 43 വർഷത്തിനിടയിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ കുവൈറ്റ് സന്ദർശനമാണ്. ഇന്ത്യ കുവൈറ്റ് ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. രാജസ്ഥാനിലെ ജയ്പൂരിൽ രാസവസ്തു കയറ്റി വന്ന ലോറി മറ്റ് വാഹനങ്ങളുമായി കൂട്ടിയിടിച്ചുണ്ടായ തീപിടുത്തത്തിൽ 5 പേർ മരിച്ചു, 24 പേർക്ക് പരിക്കേറ്റു. ജയ്പൂർ അജ്മീർ ദേശീയപാതയിൽ ബ്രാൻകോട്ട ഏരിയയിലുള്ള പെട്രോൾ പമ്പിന് മുമ്പിൽ രാവിലെയാണ് അപകടം. കാറുകളും ലോറികളും ഉൾപ്പെടെ 40ഓളം വാഹനങ്ങളും തീപിടുത്തത്തിൽ കത്തിനശിച്ചു. രാസവസ്തു കയറ്റി വന്ന ലോറിയും മറ്റു ട്രക്കും കൂട്ടിയിടിച്ച് തീപിടിക്കുകയായിരുന്നു. തുടർന്ന് മറ്റു വാഹനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി കൂട്ടിയിടിച്ചതോടെ വൻ അഗ്നിബാധയുമുണ്ടായി. പെട്രോൾ പമ്പിന് സമീപം നിർത്തിയിട്ട വാഹനങ്ങളിലേക്കും തീ പടർന്നു. 20 അഗ്നിരക്ഷാ യൂണിറ്റുകളെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു. പരിക്കേറ്റവർ ജയ്പൂരിലെ സവായ് മാൻ സിംഗ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പലരുടെ നില ഗുരുതരമാണ്. മുംബൈയിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ 3ാം T20 മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന് തിളക്കമാർന്ന വിജയം. 60 റൺസിനാണ് ഇന്ത്യയുടെ പെൺപുലികൾ വിൻഡീസ് ടീമിനെ കീഴടക്കിയത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ടീം ഇന്ത്യ 217 റൺസാണ് അടിച്ചെടുത്തത്. ക്യാപ്റ്റൻ സ്മൃതി മന്ധാനയുടെ ഇന്നിംഗ്സാണ് ഇന്ത്യക്ക് കരുത്തായത്. 47 ബോളിൽ 77 റൺസാണ് സ്മൃതി അടിച്ചുകൂട്ടിയത്. ടോപ്പ് 10 ന്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.